அப்போ இந்தியாவில் உயிரோடு இருக்கிற ஒரே ஒரு கிராண்ட் சார். 2 பேர், ஒன்று நான், என் மகன் வெற்றி. இஸ் ஆல்சோ எ கிராண்ட் சன். உலகத்திலேயே மிகப்பெரிய வெற்றிக்காரன். ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂപ്പിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലെയർ റിവ്യൂ ആയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മുടെ ഗെയിമിൽ നമ്മുടെ കൊണാമി പുതിയ പാക്ക് കൊണ്ടുവരായിരുന്നു. സോ അതിൽ വാൾവർഡ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ എലിയോട്ട് ഉണ്ടായിരുന്നു. പിന്നെ വന്ന പ്ലെയറാണ് നമ്മുടെ ബിഗ് ടൈം സെമേന്യോ. സോ നിങ്ങൾക്ക് അറിയാലോ, മാഞ്ചസ്റ്റർ സിറ്റി ഇക്കഴിഞ്ഞ ജനുവരി ട്രാൻസ്ഫറിൽ ടീമിലെത്തിച്ച മുതലാണ് നമ്മുടെ സെമേന്യോ. ഒരു രക്ഷയില്ല, തകർന്നിരുന്ന സിറ്റിനെ ഒന്ന് കൈപിടിച്ച് കയറ്റാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു മുതലാണ് സെമേന്യോ. അത്രയ്ക്കും കിടലൻ പെർഫോമൻസ് ആണ്. ബോൺമൗത്ത് നേരെ ഇങ്ങോട്ട് വന്നു, ഇവിടെ അതേ ഫോം തുടരുന്നു. ഇപ്പോൾ EPL തേർഡ് ഹൈയസ്റ്റ് ഗോൾ സ്കോർ ഇതൊക്കെയാണ്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അസിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു പ്ലെയറായിട്ട് സെമേന്യോ. അപ്പോൾ ഇത് സീസൺ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സിൻ്റെ ഭാഗമായിട്ട് വന്ന പാക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ പരിപാടി വെച്ചാൽ നമ്മുടെ സെമേന്യോൻ്റെ ഒരു പ്ലെയർ റിവ്യൂ വിത്ത് ഗെയിം പ്ലേ ഉണ്ടോ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം, ആൾക്ക് നല്ല സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ ഓട്ടോനാണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓട്ടോ ഇട്ട് കളിപ്പിച്ച് നോക്കാം. സോ പ്ലെയർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ 26 വയസ്സുള്ള 185 ഹൈറ്റുള്ള സെമേന്യോ ആണ്. ഗാന ആയിട്ടുള്ള രാജ്യം, ഗാനല്ലേ മാഞ്ചസ്റ്റർ സിറ്റി പ്ലെയർ ആണ്. സോ ക്രോസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ആൾ. അപ്പോൾ ആൾ ലെഫ്റ്റ് മിഡ്ഫീൽഡ്, ലെഫ്റ്റ് വിങ് ഫോർവേഡ്, റൈറ്റ് മിഡ്ഫീൽഡ്, റൈറ്റ് വിങ് ഫോർവേഡ് അവിടെയൊക്കെ കളിക്കും. പ്ലേ സ്റ്റൈൽസ് വന്നിരിക്കുന്നത് മാസിംഗ് റണ്ണ്, സ്പീഡിങ് ബുള്ളിറ്റ്, ലോങ് റേഞ്ചറാണ്. ഓക്കെ, പിന്നെ ആളുടെ ഓർഡർ റേറ്റിംഗ് നോക്കുന്നത് 105 അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ അറ്റാക്ക് ഓണേഴ്സ് 85 ഉണ്ട്, ബോൾ കൺട്രോൾ 89 ഉണ്ട്, ഡ്രിബിളിങ് 92 ഉണ്ട്, ടൈറ്റ് പൊസിഷൻ 90, ലോ പാസ് 90. സോ ലോഫ്റ്റഡ് പാസ് 85 ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ല. ഡ്രിബിളിങ് സെക്ഷനും പാസിംഗ് ഒക്കെ അത്യാവശ്യം കിട്ടില്ല കേട്ടോ. പിന്നെ ഫിനിഷിങ് 87 ഉണ്ട്, പിന്നെ കേള് 80, സ്പീഡ് 98, ആക്സലേഷൻ 91, കിക്കുംബർ 97. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡ്, ആക്സലേഷൻ, കിക്കുംബർ അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ലോങ് റേഞ്ച് ഒക്കെ അടിച്ചാൽ വല കീറുന്ന തന്നെ പ്രതീക്ഷിക്കുക. പിന്നെ ബാലൻസ് 90, സ്റ്റാമിന 90. അപ്പോൾ അവിടെയും കുഴപ്പമില്ല, ഡ്രിബിൾ ചെയ്യാനായിരിക്കും സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ മാക്സിമം ഡ്രിബിൾ ചെയ്തിട്ട് കളിക്കുക വെച്ചാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് റിയൽ ലൈഫിലൊക്കെ ഡ്രിബിളിങ്ങിന് അടിപൊളിയാണ്. അപ്പോൾ ഡ്രിബിൾ ചെയ്തിട്ട് തന്നെ നമുക്ക് കളിപ്പിക്കാം മാക്സിമം. ഓക്കെ, സോ വീക്ക് ഫുട്ട് യൂസേജ് ഒക്കെ റെഗുലർലി ആണ്. വീക്ക് ഫുട്ട് ആക്യുറസി വെരി ഹൈ, ഫോം അൺവെയറിംഗ് ആണ്, ഇൻജുറൻസി മീഡിയം ആണ്. കുഴപ്പമില്ല, എന്നാലും ഇട്ട് കളിപ്പിച്ച് നോക്കാം. സോ ആൾക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഫ്രീ കിക്ക് ടേക്കിംഗ് എന്ന ബൂസ്റ്ററാണ്. അത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ വല്ല ആക്യുറസിയോ ബോൾ ക്യാരിങ്ങോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും കേട്ടോ. സോ ആൾക്കൊന്നും ഇതിൻ്റെ സ്കിൽസൊക്കെ, ആളുടെ മെയിൻ സ്കിൽ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സിസും ബൂസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീറ്റ്. ഇപ്പോൾ ഡ്രിബിൾ ചെയ്യാൻ ബെസ്റ്റ് സ്കില്ലാട്ടോ ഇത്, അതെന്തായാലും നമുക്ക് യൂസ് ചെയ്യാം. അതിന് പുറമെ 605 ഡബിൾ ടച്ച്, കട്ട് ബിഹൈൻഡ് ടേൺ, സോൾ കൺട്രോൾ, ലോങ് റേഞ്ച് കേളർ, 1 ടച്ച് പാസ്, ത്രൂ പാസിംഗ്, പിൻ പോയിന്റ് ക്രോസിംഗ് ആൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു ലോങ് റേഞ്ച് ഷൂട്ടിംഗ് ആഡ് ചെയ്യുക, ഒരു റേസിംഗ് ഷോട്ട് ആഡ് ചെയ്യുക. മാർസലറ്റാണ് ചെയ്തോ, കാരണം മാർസലറ്റാണ് എഴുതി തന്നെ വിങ്ങിലൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കളിപ്പിക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ഒക്കെ ഇട്ട് കളിപ്പിക്കുന്ന പ്ലെയർ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നിങ്ങൾ അഡ്വാൻസിൽ ഞാൻ പോവില്ല, എന്നിട്ടെല്ലാം സ്മാർട്ടായിട്ട് കളിക്കുന്നതാണ് ഒന്നുകൂടി രസാതാ. അപ്പോൾ അതിൽ സ്കിൽ ആഡ് ചെയ്ത് കളിക്കുമ്പോൾ ഒന്നുകൂടി പെർഫെക്ഷനോടെ സ്കിൽ ചെയ്യാൻ പറ്റും, അതാ പറഞ്ഞു. അപ്പോൾ എന്തായാലും അത്രയൊക്കെ മതി, വേറെ ചേഞ്ചസ് ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമ്മുടെ സെമേന്യോൻ്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടാവുന്നത്. അപ്പോൾ പ്രാവശ്യം പ്രീമിയർ ലീഗ് കപ്പടിക്കും, അതും കൂടി നിങ്ങൾ പറഞ്ഞു കേട്ടോ. പ്രീമിയർ ലീഗ് ആ ഒരു കപ്പടിക്കുന്നു പറഞ്ഞോ, ഞാൻ ആഴ്ചയിൽ കപ്പടിക്കുന്നു പറയുള്ളൂ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വേണ്ടിവാൻ എടുക്ക് എടാ, മത്യൂസ്. ഓക്കെ, വേണ്ടിവാൻ എടാ. ഓക്കെ, മത്യൂസ് ആണോ അവൻ്റെ? നമ്മൾ എടുത്തിട്ടുണ്ട് വേണ്ടിവാൻ. പാസ് ടു സെമേന്യോ. ഓക്കെ, ഒരു ഡബിൾ ടച്ച് കൊടുക്കാം. ഓക്കെ, നൈസ് വൺ. സെമേന്യോ ഒരു ഡബിൾ ടച്ച് കൂടി കൊടുക്കുക. സെമേന്യോ ഡ്രിബിൾ ചെയ്യുക സൈഡിൽ കൂടെ, നൈസ് വൺ. സെമേന്യോ നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ സെമേന്യോ. ഓക്കെ, ഒരു ടേൺ വരാം. ഓക്കെ, ഗുഡ് വൺ. പ്ലെയർ പോയിന്റ് അവിടെ റൈക്കോർഡ്. സെമേന്യോ അടിപ്പിച്ച് നോക്കാം. സെമേന്യോ എടാ, ഫസ്റ്റ് ടൈം ഒരു കിടിലൻ ഗോൾ കേട്ടോ. സ്പീഡ് ഒരു രക്ഷയില്ല, പായിൻ്റെ ഉപരി പുതിയ കാർഡ് വന്നോണ്ട് തോന്നുന്നുണ്ട്. നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത ഡ്രിബിളിംഗ് ആയിരുന്നു. എന്തായാലും കിടിലൻ ഗോളായി എടാ. ഫോർലാൻ. ഓക്കെ, നമ്മളെടുത്ത് തുറാമിൻ്റെ കിടിലൻ ഇന്റർസെപ്ഷൻ. ആൻഡ് ടു മെസ്സി ടു വാൽവർഡെ. ഓക്കെ, നമുക്ക് എന്തായാലും ഡ്രിബിൾ ചെയ്യാം. വാൽവർഡെ. ഓക്കെ, ടേൺ എടുക്കാം. ഗുഡ് വൺ വാൽവർഡെ. അളിയ ഒന്നൂരും ടേൺ എടുത്തിട്ട്. ഓക്കെ, നൈസ് വൺ വാൽവർഡെ. ഒന്നൂരും ടേൺ എടുക്കാം. സെമേന്യോ ഉണ്ടല്ലോ ഇവിടെ, നമുക്ക് എന്തായാലും സെമിയിലേക്ക് വയ്ക്കാം. ഓക്കെ, സെമേന്യോ. ഓക്കെ, ടേൺ വരാം. ഗുഡ് വൺ. ഡ്രിബിൾ ചെയ്യാം, ഓനെ ഒന്ന് കളിപ്പിക്കാം നമുക്ക്. ഓക്കെ, നൈസ് വൺ. സെമേന്യോ. ഓക്കെ, ഡബിൾ ടച്ച് ഇടാം. ഓക്കെ, നൈസ് വൺ. സെമേന്യോ എൻ്റെ പൊന്നേ എടാ, ഒരു രക്ഷയില്ല കേട്ടോ. കിക്കിംഗ് പവർ 97 ഉണ്ട്, അതിൻ്റെ അടി കാർഡ് ഉണ്ട് കേട്ടോ, ഒരു രക്ഷയില്ല. മത്യൂസ് ടു എടാ, അതാരത്? ഫോർലാൻ ആയിരുന്നു. ഓക്കെ, ആൻഡ് ഇറ്റ്സ് സെമേന്യോ. ഓക്കെ, ഡബിൾ ടച്ച്. ഓക്കെ, ഒന്ന് ടേൺ വരാം. ഗുഡ് വൺ.
സെമന്യോ 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 ടേൺ എടുക്കാം, ഗുഡ് വൺ. സെമന്യോ ഒന്നുകൂടി ടേൺ എടുക്കാം, ഓക്കെ അടുപ്പിച്ച് നോക്കാം. സെമന്യോ ജസ്റ്റ് മിസ്റാ, നല്ലൊരു ട്രൈ ആയിരുന്നു. മാർസലോ എടുക്ക്, ഓക്കെ. സെമന്യോ ആണ്, ഗുഡ് ബോൾ കൺട്രോൾ. ഓക്കെ ടേൺ വരാം, ഗുഡ് വൺ. സെമന്യോ ഒന്നുകൂടി ടേൺ എടുക്കാം, ഗുഡ് വൺ. ഓക്കെ നൈസ് ഡ്രിബിളിങ്. ഓക്കെ സെമന്യോ അടുപ്പിച്ച് നോക്കാം. സെമന്യോ എടാ ഡ്രിബിളിങ് ഒരു രക്ഷയില്ല കേട്ടോ. എടാ ഈ പുതിയ കാർഡ് വന്ന നേരത്തെ നല്ല കളി തന്നെ അല്ലെങ്കിലും ഉണ്ടാവും, കിട്ടില്ല സാധനം. ഏതാ ഡ്രിബിളിങ് മൂപ്പരുടെ, പൊള്ളി ഡ്രിബിളിങ് കേട്ടോ, ഒന്നും പറയാല്ല. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്താവുമെന്ന് അറിയില്ല, ഒരാഴ്ച കഴിഞ്ഞ് കളിപ്പിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം. 21 ആൻഡ്രിഡ് സുവാരസ്. സെമന്യോ പോണ്ട്, ഓക്കെ. സെമന്യോ ഓക്കെ നൈസ് ഡ്രിബിളിങ്. എടാ പോയോ പക്ഷേ. ഓക്കെ റൈക്കാർഡ് ആൻഡ്രിഡ്സ് നെഡ്വേർഡ്. എടാ എടുക്ക് പുസ്കാസ് എടുത്തിട്ടുണ്ട്. സെമന്യോ ഉണ്ട്, സെമന്യോ ആണ്. ഒക്കെ ഒരു ഫേക്ക് ഇടാം, ഓക്കെ നൈസ് വൺ. അടുപ്പിച്ച് നോക്കാം. സെമന്യോ എടാ സേവ് ഇട്ട് എടുക്ക് മാർസലോ. ഡിഡ ആൻഡ് സുര എഡിതെ. സെമന്യോ എടുക്ക്, ഓക്കെ. സെമന്യോ സുര പോണ്ട് ത്രോ വയ്ക്കാം, ഓക്കെ. സെമന്യോ സുര. എടാ സുര അത് മിസ്സാക്കി, എന്ത് കിടിലം ബോളാർന്നറാ. ഗുള്ളി ചേട് എടുത്തത്, ഓക്കെ. സെമന്യോ എടുത്തിട്ടുണ്ട് കേട്ടോ. സെമന്യോ ഡബിൾ ടച്ച് ഇടാം, ഓക്കെ. ഡ്രിബിൾ ചെയ്ത് പോവാം. സെമന്യോ കട്ട് ചെയ്യാം, നൈസ് വൺ. സെമന്യോ ഓക്കെ ഒരു ടേൺ കൊണ്ടുവരാം, ഓക്കെ നൈസ് വൺ. ഒന്നുകൂടി ഇങ്ങോട്ട് ടേൺ ചെയ്യാം, ഓക്കെ. സെമന്യോ ഓക്കെ ലൈനിൽ കൂടെ പോവാം, ഓപ്പൺ സ്പേസ് ആണ്. സെമന്യോ അടുപ്പിക്കാം. എടാ പെനാൾട്ടി, ഓക്കെ ഗൈസ് പെനാൾട്ടി ഇട്ടിട്ടുണ്ട്. സെമന്യോനെ വെട്ടിയിട്ട് പോവാൻ. ആൽബർട്ട് ആൻഡ് ഇറ്റ്സ് പുസ്കാസ്. ഗുഡ് ടേൺ ആൻഡ് പാസ് ടു സെമന്യോ ആണ്, ഓക്കെ. ഡാഷ് ഡബിൾ ചെയ്യാം, ഓക്കെ നൈസ് വൺ. ആക്സസ് ബൂസ്റ്റ് വന്നില്ല, ലോക്ക് ഒന്നും ടേൺ എടുക്കാം, ഗുഡ് വൺ. ഓക്കെ കേളടിക്കാം സെമൻ. എടാ ഗോളി കയറി സേവ് ഇട്ടറാ. എടാ മിസ്സി അടി തന്നെ വാൽവർഡെ. എടാ പോയി. റാം ടു മാർസലോ. സെമന്യോ ഓക്കെ നൈസ് ട്യൂബ് ടേൺ. സെമന്യോ ഡബിൾ ടച്ച് ആൻഡ് ബൂം. എടാ പുറത്തേക്ക് പോയടാ. തുറാം ടു വാൽവർഡെ ടു സെമന്യോ എന്തായാലും ഇങ്ങ് കൂടെ പോവാ, ഡാഷ് അടിക്കാം. അർണോളെ പിടിക്കാട്ടില്ല വിചാരിക്കണോ, ഓക്കെ. സെമന്യോ അർണോള് പിന്നാലെ വരണ്ടല്ലോ, പുല്ല് ഒരു ടേൺ കൊണ്ടുവരാ. ഭാഗ്യം. സെമന്യോ അടുപ്പിച്ച് നോക്കാം, കേളിയാ. സെമന്യോ എടാ ഇയാളൊരു അണ്ടർ റേറ്റർ, അതാ സത്യം പറയാലോ. കൂടുതൽ ആൾക്കാരൊന്നും ഈ പാക്കിന് പോയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ. പക്ഷേ നൈസ് കാടാ ഈ സാധനം. എന്താ ട്രിബിളിങ് എന്ന് തുറാമേ, ഓക്കെ. മെസ്സി ആൻഡ് ഇറ്റ്സ് പുസ്കാസ്. ത്രൂ ബോൾ വയ്ക്കുക. സെമന്യോ ഉണ്ട് അവിടെ, ഓക്കെ. സെമന്യോ ആണ്, ഓക്കെ. ഡബിൾ ടച്ച് കേളിയാ. എടാ ഇത്തിരിക്ക് പോയടാ. എഡ്ഡി സെമന്യോ എഡ്ഡി തന്നെ. മാർസലോ ഓക്കെ. മാർസലോ എടുത്തിട്ടുണ്ട് കേട്ടോ. മാർസലോ സെമന്യോ കൊണ്ട്, ഓക്കെ. സെമന്യോ ആണ്, ഓക്കെ. ഒരു ഡബിൾ ടച്ച് ഇടാം. എടാ ചൂപ്ടേടോ ഒന്ന് അതോ അത് കിടിലേ ഗോളായിടാ. വന്നത് നന്നായി, ചൂപ്ടേട്ട് വന്നുകൊണ്ട് അവിടെ നല്ല ഭംഗിയായി കളി. ഒടുക്കത്തെ ഭാഗ്യമുണ്ട് അത്. ഡബിൾ ടച്ച് ഇട്ട് എന്തായാലും ഡബിൾ ടച്ച് പോകും വിചാരിക്കണു. ചൂപ്ടേണ് പെർഫെക്ഷൻ വന്നിട്ടോ, കിടിലൻ. തുറാം എടുത്തിട്ടുണ്ട്, ഓക്കെ. ആൻഡ് ഇറ്റ്സ് വാൽവർഡെ, ഓക്കെ. സെമന്യോ ആണ്, ഡ്രിബിൾ ചെയ്യാം നമുക്ക്, ഓക്കെ. ഡബിൾ ടച്ച്, ഓക്കെ നൈസ് വൺ. ടേൺ വരാം, ഓക്കെ. ഗുഡ് വൺ. ഒന്നുകൂടി ടേൺ എടുക്കാം, ഗുഡ് വൺ. സെമന്യോ ഓക്കെ. സെമന്യോ അടുപ്പിച്ച് നോക്കാം. സെമന്യോ ഇയാൾക്ക് തന്നെ പരിപാടി. ലോങ് റേഞ്ച് ഒരു രക്ഷയിലട്ട. 97 ഇരിക്കുമ്പോൾ കയറിക്കോൾ എന്തായാലും. കിടിലൻ ഗോള്. എന്നാ അടി അടിക്കണേ. ഡ്രിബിളിങ്ങും പൊളി. ഇത്ര റൈക്കാണ്ട് ചെയ്യുന്നത്, ഓക്കെ നൈസ് വൺ. പുസ്കാസ്. എടാ ഓക്കെ ഗുഡ്. ആൻഡ് ഇറ്റ് സെമന്യോ. ഭാഗ്യം കിട്ടി. സെമന്യോ ഗുഡ് ഡ്രിബിളിങ്. സെമന്യോ ഗുഡ് ഡ്രിബിളിങ്, ഗുഡ് വൺ. സെമന്യോ ഓക്കെ നൈസ് ഡ്രിബിളിങ്. സെമന്യോ ഓക്കെ. അടുപ്പിച്ച് നോക്കാം. സെമന്യോ എടാ ഫസ്റ്റ് പോസ്റ്റിക്ക് അടിക്കണ്ടായിരുന്നു. എട്ടോ ടു ഫ്രാൻസിസ്കോ, ഓക്കെ. മാർസലോ എടുത്തിട്ടുണ്ട് കേട്ടോ, ഗുഡ് വൺ. ആൻഡ് ഇറ്റ് സെമന്യോ ഗുഡ് ഡ്രിബിളിങ്, നൈസ് ടേൺ. സെമന്യോ ഒന്നുകൂടി ടേൺ എടുക്കാം, ഗുഡ് വൺ. സെമന്യോ ഓക്കെ. ഒന്നുകൂടി ടേൺ എടുക്കാം, ഗുഡ് വൺ. നൈസ് ഡ്രിബിളിങ്, ഓക്കെ. ഡബിൾ ടച്ച് വരാം, ഓക്കെ. ഗുഡ് വൺ. സെമന്യോ ടേൺ എടുക്കാം, ഒന്നുകൂടി ലെഫ്റ്റ് ടേൺ എടുക്കാം, ഓക്കെ. സെമന്യോ ഓക്കെ. ഒന്നുകൂടി എടുക്കാം, ഒന്നുകൂടി അപ്പുറത്തേക്ക് ടേൺ എടുക്കാം, ഗുഡ് വൺ. ഓക്കെ അടുപ്പിച്ച് നോക്കാം. എടാ അപ്പോൾ ഗൈസ് നമ്മുടെ സെമന്യോനെ വെച്ചിട്ട് അത്യാവശ്യം കുറച്ച് കളിയൊക്കെ കളിപ്പിച്ചു. അപ്പോൾ ആളുടെ ഡ്രിബിളിങ് ഒരു രക്ഷയില്ല. സ്റ്റാറ്റ്സിൽ കാണിക്കാനായിട്ട് നല്ല രീതിയിൽ ഡ്രിബിളിങ് തോന്നുന്നുണ്ട്. പിന്നെ പേസും ആക്സലേഷൻ ഉള്ളതുകൊണ്ട് ആളെ കിടന്നതിനെ പിന്നെ പിടിക്കാൻ കിട്ടില്ല, അങ്ങനത്തെ ഒരു പോക്ക് പോകുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ആളുടെ കിക്കിംഗ് പവർ ഒരു രക്ഷയില്ല. നിങ്ങൾ ഗോളുകൾ കണ്ടു വിചാരിക്കുന്നുണ്ട്, ബോക്സിൻ്റെ പുറത്ത് നല്ല വെടിയുണ്ട സാധനങ്ങൾ ആൾ അടിച്ചു വെച്ചിട്ടുണ്ട്, ഒരു രക്ഷയില്ല. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു ബിഗ് ടൈം കാർഡാണ്. ഇതിന് പോണത് വെറുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോണത് വെറുത്ത് തന്നെയാണ്. കാരണം ഷോർട്ട് ടൈമിലൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് പണിയാണ്. കാരണം ആ പാക്കിന് തന്നെ ഷോർട്ട് ടൈം ഉണ്ട്, കുറച്ച് റിസ്ക് ആയിരിക്കും. വാൽവർഡിയും എലിയോട്ടും ഉണ്ടായില്ല. പക്ഷേ സെമന്യോയ്ക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്ത് ഇറക്കുകയാണെങ്കിൽ അതൊരു നല്ല പാക്കായിരിക്കും. ബിഗ് ടൈം എങ്ങനെ ഒരു ഫോമും കാര്യങ്ങളൊക്കെ അങ്ങനെ നിന്നോളും. ഓക്കെ കണ്ടീഷനൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. എപ്പിക്കിൻ്റെ അതേ കണ്ടീഷനാണല്ലോ ബിഗ് ടൈമിൽ കിട്ടുക. ഓക്കെ അപ്പോൾ എന്തായാലും നല്ലൊരു ചോയ്സാണ്. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോവാം.
അത്യാവശ്യം വൃത്തി കാർഡ്. നിങ്ങളൊരു മാഞ്ചസ്റ്റർ സിറ്റി ആരാധകനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പോയിച്ചൊരു കാർഡാണ് സെമേനോൻ്റെ. എന്തായാലും നല്ല കളിയാണ് കളിച്ചത്. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു ഈ കാർഡ്. പക്ഷെ എൻ്റെ അവിടെ ആ വിങ്ങിൽ നെയ്ബറൊക്കെയാണ്, അതൊക്കെയാണ് പ്രശ്നം. നമ്മൾ എന്തായാലും മാറ്റി കളിപ്പിക്കില്ല. അങ്ങനത്തെ കുറേ വള്ളിയുണ്ട്. അതാണ്. ഇനി പസാഡ് ഉണ്ട്, നെറ്റ്ബേർഡ് ഉണ്ട്, കക്കി എല്ലാം ആ സൈഡിലെടുക്കണം. അപ്പോൾ നമുക്ക് അതിന് ഒരു താല്പര്യമില്ല. അതാണ് സീൻ. ഓക്കെ, എന്തായാലും നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കറക്കിയാൽ മതി കേട്ടോ. സെമിനോ നല്ലൊരു കാർഡാണ്. ബെറ്റർ ഇൻ ഡ്രിബിളിങ് ആൻഡ് ഷൂട്ടിങ് എല്ലാം കൊണ്ട് അടിപൊളി. ഫിനിഷിങ് അത്യാവശ്യം കുഴപ്പമില്ല. നല്ല ഈ ലെയർ ഇട്ട് അടിച്ചാൽ മതി, കയറിക്കോളും. ഓക്കെ, എന്തായാലും നല്ലൊരു കാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ട്, എനിക്ക് ഫീൽ ഗുഡാണ്. എന്തായാലും നിങ്ങൾ ഈ കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ പ്രീമിയർ ലീഗ് ഇപ്രാവശ്യം ആര് കപ്പ് അടിക്കുമെന്നും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.